ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘദൂര യാത്രാ സേവനങ്ങൾ കൂടുതൽ ആധുനികമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അമൃത് ഭാരത് 3.0 ട്രെയിൻ സെറ്റ് പുറത്തിറങ്ങി. ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നാണ് ആദ്യത്തെ അമൃത് ഭാരത് 3.0 ട്രെയിൻ സെറ്റ് പുറത്തിറക്കിയത്. AC, നോൺ AC കോച്ചുകൾ ഉൾപ്പെടുന്നതാണ് ഈ പുതിയ ട്രെയിൻ സെറ്റ്. രാജ്യത്തുടനീളം നോൺ AC കോച്ചുകൾ മാത്രമുള്ള ഏകദേശം 60 അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസുകൾ നിലവിൽ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ AC കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തി പുതിയ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ട്രെയിൻ എവിടെ സർവീസ് നടത്തണമെന്നത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കോച്ചുകളുടെ ഘടനയും പ്രത്യേകതകളും ഇങ്ങനെയാണ്. അമൃത് ഭാരത് 3.0 ട്രെയിൻ സെറ്റിൽ ആകെ 22 കോച്ചുകളാണുള്ളത്. അവ ഇവയാണ്: AC കോച്ചുകൾ 6 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. നോൺ AC കോച്ചുകൾ 6 സ്ലീപ്പർ, 4 ജനറൽ. മറ്റു കോച്ചുകൾ 1 പാൻട്രി കാർ, 1 പവർ കാർ, 1 ദിവ്യാജൻ ഖഗാഡ് ബ്രേക്ക് വാൻ. 2023 ആരംഭിച്ച അമൃത് ഭാരത് ട്രെയിനുകൾ സാധാരണക്കാർക്കും താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഉയർന്ന നിലവാരമുള്ള യാത്രാനുഭവം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമൃത് ഭാരത് 1.0, 2.0 പതിപ്പുകളുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ 3.0 പതിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് 3.0 കോച്ചുകളിൽ തികച്ചും ആധുനികമായ ഇന്റീരിയർ കളർ തീമുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PVC ഫ്ലോറിംഗ്, സീറ്റുകൾ, ബെർത്ത് റെക്സിൻ, ലഘുഭക്ഷണ മേശകൾ, കർട്ടനുകൾ, ടോയ്ലറ്റ് ഏരിയകൾ എന്നിവയ്ക്കെല്ലാം ആകർഷകമായ ഏകോപിത ഷേഡുകൾ നൽകിയിട്ടുണ്ട്. ഇത് കോച്ചുകൾക്ക് ആധുനികവും ഏകീകൃതവുമായ ഒരു രൂപം നൽകുന്നു. കൂടാതെ ഉയർന്ന നിലവാരത്തിലുള്ള യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കോച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും HL3 അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. അമൃത് ഭാരത് 3.0 ട്രെയിൻ സെറ്റുകളിൽ സാധാരണക്കാരുടെ യാത്രാസുഖവും സുരക്ഷയും വേഗതയും വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി അത്യാധുനിക ആഭ്യന്തര സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ട്രെയിനുകളിൽ കാണുന്ന പരമ്പരാഗത ക്ലപ്പറുകൾക്ക് പകരം വന്ദേഭാരത് മാതൃകയിലുള്ള ആധുനിക ക്ലപ്പറുകളാണ് കോച്ചുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സുഗമമായ ബ്രേക്ക്. ട്രെയിൻ എടുക്കുമ്പോഴും ബ്രേക്ക് ഇടുമ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന കുലുക്കങ്ങളും ശബ്ദവും ഇത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക കവച് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഈ ട്രെയിനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ വരികയോ പൈലറ്റ് സിഗ്നൽ മറികടക്കുകയോ ചെയ്താൽ ഈ സംവിധാനം സ്വയം ബ്രേക്ക് ഇട്ട് ട്രെയിൻ സുരക്ഷിതമായി നിർത്തും. മോശം കാലാവസ്ഥയിലും മൂടൽമഞ്ഞിലും സുരക്ഷിതമായി സർവീസ് നടത്താൻ ഇത് സഹായിക്കുന്നു. കോച്ചുകൾക്ക് താഴെ 160 kN ശേഷിയുള്ള എയർ സ്പ്രിംഗ് അധിഷ്ഠിത ബോഗികളാണ് നൽകിയിരിക്കുന്നത്. ട്രാക്കിലെ ചെറിയ തകരാറുകളോ വളവുകളോ യാത്രക്കാർ അറിയാത്ത രീതിയിൽ സുഗമമായ യാത്ര ഇത് ഉറപ്പാക്കുന്നു. കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴി വന്ദേഭാരതിന് സമാനമായി പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നു. ഇത് ഉയർന്ന വേഗതയിൽ ഓടുമ്പോൾ ട്രെയിനിനുള്ളിലേക്ക് കാറ്റ് കയറി നിയന്ത്രണം നഷ്ടപ്പെടുന്നത് തടയുകയും കോച്ചുകൾക്കിടയിലെ ശബ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. വന്ദേഭാരതിന് സമാനമായ വാക്യൂം ഇവാക്വേഷൻ ടോയ്ലറ്റുകൾ, സെൻസർ അധിഷ്ഠിത വാട്ടർ ടാപ്പുകൾ, ഓട്ടോമാറ്റിക് സുഗന്ധ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ശൌചാലയങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. ഓരോ കോച്ചിലും പബ്ലിക് അഡ്രസ് ആൻഡ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം വഴി അടുത്ത സ്റ്റേഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാം. റേഡിയം പ്രകാരമുള്ള ഫ്ലോറിംഗ് സ്ട്രിപ്പുകൾ രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് വഴി കാണിക്കാൻ സഹായിക്കുന്നു. വന്ദേഭാരത് എക്സ്പ്രസിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വളരെ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് അമൃത് ഭാരത് 3.0 പതിപ്പിലൂടെ ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത്. ട്രെയിൻ സെറ്റ് ആദ്യമായി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള റൂട്ടുകൾ ഇവയാണ്. കേരളം ബംഗളൂരു റൂട്ട്, തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് IT നഗരമായ ബംഗളൂരുവിലേക്ക്. തിരുവനന്തപുരം മംഗളൂരു റൂട്ട്, നിലവിലെ നാഗർകോവിൽ മംഗളൂരു തീരദേശ റൂട്ടിന് പകരമായോ പുതിയൊരു സർവീസായോ AC കോച്ചുകൾ 3.0 പതിപ്പ് വരാം. തിരുവനന്തപുരം ചെന്നൈ താമ്പരം റൂട്ട്, നിലവിലുള്ള താമ്പരം തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിൽ AC എക്കണോമിക് ക്ലാസ് സൗകര്യത്തോടെ പുതിയ ട്രെയിൻ ലഭിക്കാൻ സാധ്യത. തിരുവനന്തപുരം ഹൈദരാബാദ്, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ചർലാപ്പള്ളി തിരുവനന്തപുരം നോർത്ത് ദീർഘദൂര റൂട്ടിൽ കൂടുതൽ യാത്രാസുഖം നൽകാൻ അമൃത് ഭാരത് 3.0 ഉപയോഗിച്ചേക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.